ഫ്രണ്ട്സ്, നമ്മൾ തൈകൾ നടാനായിട്ടുള്ള വാരം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് നടാനായിട്ടുള്ള വഴുതന തൈകൾ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴുതന തൈകൾ നടാനായിട്ട് ഈ വാഴത്തിൽ ചെറിയ ചെറിയ കുഴികൾ എടുക്കാം. ദേ നമ്മുടെ ഓറഞ്ച് ഇതിൽ നടപ്പുണ്ട്. ദേ ഇതാണ് കേട്ടോ നമ്മുടെ തൈകൾ. തൈകൾ ഈ വലുപ്പത്തിലാണ് കേട്ടോ ഉള്ളത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരെണ്ണത്തിന് 3 രൂപയാണ് വില വരുന്നത്. അപ്പൊ ഇത് ഉണക്കച്ചാണകമാണ്. ഇത് നടുന്നതിന് മുമ്പ് നമുക്ക് ഈ കുഴിക്കകത്തോട്ട് ഇത്തിരി ഉണക്കച്ചാണകം കൂടി ഇടാം. അപ്പൊ നമുക്ക് എല്ലാ കുഴികളിലും കുറേശ്ശെയായിട്ട് ഈ ഉണക്കച്ചാണകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ വളം കൂടെ ഉണ്ടെങ്കിൽ ഈ തൈകൾ നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. ദേ നമുക്ക് ഓരോ തൈകളും ഈ കുഴിയിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുഴി മൂടാം. എല്ലാ കുഴിയിലും നമുക്ക് ഉണക്കച്ചാണകം ഇട്ടാലോ? അപ്പൊ നമുക്കിവിടെ 10 വഴുതന തൈകളാണുള്ളത്. അപ്പൊ നമ്മൾ 10 കുഴികളും എടുത്തിട്ടുണ്ട്. എല്ലാ കുഴികളിലേക്കും നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് എല്ലാ കുഴികളിലും ചാണകം ഇട്ട് കൊടുക്കാം. അടുത്തതായി ട്രെയിൽ നിന്ന് ഓരോ തൈകൾ എടുത്ത് ഓരോ കുഴികളിലേക്കും വെക്കാം. നമ്മളിപ്പോ എല്ലാത്തിലും ചാണകം ഇട്ടു, ചെടിയും വെച്ചു. ഇനി നമുക്ക് മണ്ണ് വെച്ചത് മൂടാം. അപ്പൊ നമ്മൾ വഴുതനങ്ങ തൈകളാണ് കേട്ടോ നടുന്നത്. അപ്പൊ എല്ലാത്തിന്റെ ചോട്ടിൽ കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് കുഴി മൂടാം. ഇപ്പൊ നമ്മൾ എല്ലാ വഴുതനങ്ങ തൈകളും നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായി എല്ലാത്തിലും വെള്ളം ഒഴിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആദ്യം കുറെ വാരങ്ങൾ എടുത്തിട്ട് ആ വാരത്തിനകത്ത് കുഞ്ഞു കുഞ്ഞു കുഴികൾ എടുത്ത് എന്നിട്ട് അതിനകത്തോട്ടാണ് കേട്ടോ ഈ വഴുതനങ്ങ തൈകൾ നട്ടത്. നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണേ. നമുക്കിനി ഓരോന്നിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വഴുതനങ്ങ കൃഷിയുടെ ഈ വീഡിയോ? ദേ ഫ്രണ്ട്സ്, നമ്മളെല്ലാ വഴുതനങ്ങകളും ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഇവയെല്ലാം വലുതായിട്ട് അത് പറിക്കുന്ന വീഡിയോയും കൂടെ ഞങ്ങൾ ഇടാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.